ഡിസ്ട്രിക്ട് മെറിറ്റ് സ്കോളർഷിപ്പ് DMSന് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നു. യഥാർത്ഥത്തിൽ 2023 അഥവാ കഴിഞ്ഞ വർഷം വിളിക്കേണ്ടിയിരുന്ന സ്കോളർഷിപ്പാണ് ചില സാങ്കേതിക കാരണങ്ങളാൽ ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. 2023 മാർച്ചിൽ സ്റ്റേറ്റ് സിലബസിൽ പഠിച്ച് മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ കുട്ടികൾക്ക് ഈ സ്കോളർഷിപ്പിന് അപേക്ഷിക്കാവുന്നതാണ്. അഥവാ ഇപ്പോൾ +2 പഠിക്കുന്ന കുട്ടികളാണ് അപേക്ഷിക്കേണ്ടത്. അതോടൊപ്പം തന്നെ ITI പോളിടെക്നിക് കോഴ്സുകളിൽ പഠിക്കുന്നവർക്കും അപേക്ഷിക്കാം. അപേക്ഷിക്കാനുള്ള അവസാന തീയതി 2024 ജൂലൈ 15 അപേക്ഷാ സമർപ്പണം പൂർണ്ണമായും ഓൺലൈൻ രീതിയിലാണ് ഗവൺമെൻറ് ക്രമീകരിച്ചിരിക്കുന്നത്. ആയതുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് സ്വയം തന്നെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. www.dcsscholarship.kerala.gov.in എന്ന വെബ്സൈറ്റിലൂടെയാണ് വിദ്യാർത്ഥികൾ അപേക്ഷ നൽകേണ്ടത്. അപേക്ഷകർക്ക് സ്വന്തമായി ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കണം. ബാങ്ക് അക്കൗണ്ട് നിർബന്ധമായും ആധാറുമായി ബന്ധിപ്പിച്ചിരിക്കണം. SC/ST വിഭാഗത്തിൽ പെടുന്നവർക്ക് ലഭിക്കുന്ന വിദ്യാഭ്യാസ ആനുകൂല്യങ്ങളും SCERT നൽകുന്ന സ്കോളർഷിപ്പും ഒറ്റ പെൺകുട്ടിക്കായുള്ള സ്കോളർഷിപ്പും ഒഴികെ മറ്റേതെങ്കിലും സ്കോളർഷിപ്പുകൾ കൈപ്പറ്റുന്നവർക്ക് ഈ സ്കോളർഷിപ്പിന് അപേക്ഷിക്കാൻ സാധിക്കുകയില്ല. 2000 രൂപയാണ് സ്കോളർഷിപ്പ് തുകയായി വിദ്യാർത്ഥികൾക്ക് ലഭിക്കുക. ഓൺലൈനായി അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം സ്ഥാപന മേധാവിക്ക് അഥവാ പ്രിൻസിപ്പലിന് നൽകേണ്ട രേഖകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അതിലൊന്ന് രജിസ്ട്രേഷൻ പ്രിൻ്റ് ഔട്ട്, നമ്പർ 2 SSLC സർട്ടിഫിക്കറ്റ്, നമ്പർ 3 കോപ്പി ഓഫ് ബാങ്ക് പാസ്ബുക്ക്, നമ്പർ 4 കോപ്പി ഓഫ് ആധാർ കാർഡ് എന്നീ 4 രേഖകൾ പൂർണ്ണമായും ഓൺലൈൻ സംവിധാനത്തിലൂടെ അപേക്ഷ സമർപ്പിച്ചതിൻ്റെ ശേഷം ഈ 4 രേഖകൾ പഠിക്കുന്ന സ്ഥാപനത്തിലെ പ്രിൻസിപ്പൽ നേരിട്ട് സമർപ്പിക്കേണ്ടതാണ്. എങ്ങനെയാണ് അപേക്ഷ സമർപ്പിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. www.dcsscholarship.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പ്രവേശിച്ചാൽ ഇങ്ങനെയൊരു വിൻഡോ കാണാം. അവിടെ താഴെ എട്ടാമത്തെ ഐറ്റമായിട്ടുള്ള ജില്ലാ മെറിറ്റ് അവാർഡ് എന്ന ലിങ്കിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് വലത് ഭാഗത്ത് അപ്ലൈ ഓൺലൈൻ എന്ന ഒരു ഭാഗം കാണാം. അവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള ഔദ്യോഗികമായിട്ടുള്ള വിൻഡോ വരുന്നതായിരിക്കും. അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പ് വിദ്യാർത്ഥികൾ ബന്ധപ്പെട്ട സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് വായിക്കേണ്ടതാണ്. നോട്ടിഫിക്കേഷൻ കൃത്യമായി ആദ്യം പൂർണ്ണമായും വായിച്ചതിൻ്റെ ശേഷം മാത്രമാണ് ഓൺലൈനായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികൾ അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപേക്ഷാ സമർപ്പണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന ഈ 2 മൊബൈൽ നമ്പറിൽ വിദ്യാർത്ഥികൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഇവിടെ ഏറ്റവും മുകളിൽ ബോർഡ് ഓഫ് മെട്രിക്കുലേഷൻ SSLC പരീക്ഷ പാസ്സായ ബോർഡ് സ്റ്റേറ്റ് സിലബസിലായതുകൊണ്ട് തന്നെ ബോർഡ് ഓഫ് പബ്ലിക് എക്സാമിനേഷൻ കേരള സ്റ്റേറ്റ് എന്ന് ആദ്യത്തെ ഭാഗം തന്നെ പ്രസ് ചെയ്ത് തൊട്ടടുത്ത് 10ാം ക്ലാസ്സിലെ രജിസ്റ്റർ നമ്പർ എൻ്റർ ചെയ്യുക. ഇയർ ഓഫ് പാസിംഗ് ഇവിടെ നൽകേണ്ടത് 2023 എന്നാണ്. 2023 ഈ വർഷം പാസ്സായ വിദ്യാർത്ഥികൾക്ക് ഈ സ്കോളർഷിപ്പിന് ഇപ്പോൾ അപേക്ഷ നൽകാൻ സാധിക്കുകയില്ല. അവർക്കുള്ള അവസരം പിന്നീട് ഉണ്ടായിരിക്കുന്നതാണ്. നെയിം ഓഫ് കാൻഡിഡേറ്റ് തെറ്റാതെ ഇവിടെ എൻ്റർ ചെയ്യുക. ഡേറ്റ് ഓഫ് ബർത്ത്, സെക്സ്, നാഷണാലിറ്റി, ഫാദർ, റിലേഷൻഷിപ്പ് ടു ദ സ്റ്റുഡൻറ്റ്, ഓക്യുപ്പേഷൻ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അതോടൊപ്പം തന്നെ എല്ലാ കാര്യങ്ങളും എൻ്റർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം 3ാമത്തെ ഘട്ടമായിട്ടുള്ള പാസ്വേഡ് സെറ്റിംഗ്. ഇവിടെ വിദ്യാർത്ഥികൾ തങ്ങളുടെ പുതിയ പാസ്വേഡ് ഇവിടെ എൻ്റർ ചെയ്യാനുള്ള സംവിധാനമുണ്ട്. അത് വീണ്ടും ഒരിക്കൽ കൂടി എൻ്റർ ചെയ്ത് ക്യാപ്ച ടൈപ്പ് ചെയ്ത് വലതു ഭാഗത്ത് കാണുന്ന ഈ റെഡ് മാർക്കിൽ കാണുന്ന സേവ് ആൻഡ് പ്രൊസീഡ് എന്ന് പറയുന്ന ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ പ്രോസസ്സ് പൂർത്തിയാക്കുന്നതായിരിക്കും. അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വിദ്യാർത്ഥികൾക്ക് തുടർന്നുള്ള ഘട്ടങ്ങളിൽ കൃത്യമായി ശ്രദ്ധയോടുകൂടി പൂരിപ്പിച്ച് മുന്നോട്ട് പോകാവുന്നതാണ്. അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് വളരെ ശ്രദ്ധയോടുകൂടി വേണം വിവരങ്ങളെല്ലാം നൽകേണ്ടത്. തെറ്റായ വിവരങ്ങൾ നൽകുന്ന അപേക്ഷകൾ സർക്കാർ പൂർണ്ണമായും നിരസിക്കുന്നതായിരിക്കും.
അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് അവിടെ ഇയർ ഓഫ് സ്റ്റഡി എന്ന് ചോദിക്കുന്ന സ്ഥലത്ത് നിർബന്ധമായും 1 എന്നാണ് രേഖപ്പെടുത്തേണ്ടത്. ഇയർ ഓഫ് സ്റ്റഡി എന്ന് പറയുന്ന ഭാഗത്ത് 1 എന്ന് രേഖപ്പെടുത്തിയിരിക്കണം. +2 വിദ്യാർത്ഥികളാണ് അപേക്ഷ നൽകേണ്ടത് എങ്കിൽ പോലും അവിടെ ഇയർ ഓഫ് സ്റ്റഡി എന്നുള്ളിടത്ത് 1 എന്നാണ് രേഖപ്പെടുത്തേണ്ടത്. കാരണം ഇത് യഥാർത്ഥത്തിൽ കഴിഞ്ഞ വർഷം നൽകേണ്ട അപേക്ഷാ സമർപ്പണമായിരുന്നു. ഏതായാലും വിദ്യാർത്ഥികൾക്ക് സ്റ്റേറ്റ് സിലബസിൽ പാസ്സായ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികൾക്ക് ഉള്ള ഒരു സുവർണ അവസരമാണ്. ആ വിദ്യാർത്ഥികൾ നിർബന്ധമായും ഈ സ്കോളർഷിപ്പിന് അപേക്ഷ നൽകേണ്ടതാണ്. ഇപ്പോൾ +2 പഠിക്കുന്ന കുട്ടികളാണ് ഈ സ്കോളർഷിപ്പിന് അപേക്ഷ നൽകേണ്ടത്. ഇപ്പോൾ +1 പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾ അഥവാ ഈ വർഷം SSLC പാസ്സായി മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികൾക്ക് ഈ സ്കോളർഷിപ്പിന് ഇപ്പോൾ അപേക്ഷ നൽകാൻ സാധിക്കുകയില്ല. അവർക്കുള്ള വിജ്ഞാപനം പിന്നീട് വരുന്നതായിരിക്കും. ഏതായാലും അർഹരായ വിദ്യാർത്ഥികൾ 2024 ജൂലൈ 15-ാം തീയതിക്ക് ഉള്ളിൽ തന്നെ അപേക്ഷ സമർപ്പിക്കണമെന്ന് അറിയിക്കുന്നു. ഓൺലൈൻ അപേക്ഷാ സമർപ്പണം പൂർത്തിയാക്കിയതിന് ശേഷം ബന്ധപ്പെട്ട രേഖകളെല്ലാം 4 പ്രധാനപ്പെട്ട രേഖകൾ പഠിക്കുന്ന സ്ഥാപനത്തിലെ പ്രിൻസിപ്പൽ നേരിട്ട് സമർപ്പിക്കണമെന്ന് അറിയിക്കുന്നു. താങ്ക് യു.